أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1498 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. صدق الله العلي العظيم. സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഞാൻ ആ ആയത്ത് നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. സൂറത്തു ഫാത്തിറിന്റെ തുടക്കം മുതൽ 9-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു മനോഘടനയെ പരാമർശിച്ചുകൊണ്ട് അവരുടെ ഒരു നിലപാടിനെയും അവരുടെ ഒരു മനോനിലയെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദമാക്കുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിച്ചുകൊണ്ടിരുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് ഇതിന്റെ തൊട്ടു മുമ്പുള്ള 1-2 ആയത്തുകളിൽ അവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവര് ഈ സത്യനിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിലകൊള്ളുന്ന ആളുകളെ അവരുടെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. ഈ ആളുകളോട് ഒരു പരിധിയിലേറെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പുറകെ അവര് സത്യമാർഗത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പുറകെ നടന്നത് കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകനെ കൂടുതൽ മാനസികമായി വിഷമിക്കുന്ന ആളാക്കി മാറ്റുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത്രത്തോളം അതില് മാനസികമായ വിഷമം അനുഭവിക്കുന്നവനായി അവരുടെ പുറകെ നടക്കേണ്ടതില്ല. അവരോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വ്യക്തമാക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി എന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ തന്നെ അതിലെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അവര്
ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ചാൽ തന്നെ ഒരു പുനരുത്ഥാനം അനിവാര്യമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്ന ഒരു സംഗതിയാണ് ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. മക്കയിലെ നിഷേധികളുടെ ആ നിലപാടിന്റെ മുഖ്യമായ കാരണം അവര് മരണത്തോടെ എല്ലാം തീർന്നു എന്ന് കരുതുന്ന ആളുകളാണ് എന്നതാണ്. മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. മനുഷ്യൻ അവന്റെ ചെയ്തികളുടെ പേരിൽ വിചാരണ ചെയ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ അവന് രക്ഷാശിക്ഷകൾ വരാനിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകളായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനിവാര്യമായ ഒരു പുനരുത്ഥാനം അവർക്ക് ബോധ്യപ്പെടും എന്നതാണ് 9-ാമത്തെ ആയത്തിൽ അല്ലാഹു കാറ്റിനെ കുറിച്ചും മേഘങ്ങളെ കാറ്റ് ഇളക്കി വിടുന്നതിനെ കുറിച്ചും അങ്ങനെ അത് ഒരു ഭൂപ്രദേശത്ത് മഴയായി വർഷിക്കപ്പെടുകയും ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന ആ മണ്ണില് മഴ വർഷിക്കുന്നതിനെ തുടർന്ന് അവിടെ ജീവൻ കിളിർത്തു വരുന്നതിനെ കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം ഇതുപോലെയാണ് പുനരുത്ഥാനവും എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ പുനർജീവിപ്പിക്കുക എന്നത്, വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു കൽപ്പന നടത്തുന്നതിന്റെ മാത്രം വിഷയമേ അടങ്ങിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഒരു ഉത്തരവ് ഉണ്ടാവുക മാത്രമേ അതിന് ആവശ്യമായുള്ളൂ എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇത്രയും ലളിതമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന നുശൂർ അല്ലെങ്കിൽ ബോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും എന്ന ഈ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട ഒരു ഘടകം, അത് മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിടെ കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ആൻസറബിൾ ആയിരിക്കുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്നത് ഈ ആളുകൾക്ക് വിശ്വാസമില്ലാത്തതാണ് അവര് ഈ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിന് കാരണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ നേതാക്കന്മാരും പ്രമാണിമാരും ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകളൊക്കെ വെച്ചു പുലർത്തുന്ന ഒരു വളരെ അടിസ്ഥാനരഹിതമായ ഒരു ബോധമുണ്ട്, ഒരു ധാരണയുണ്ട്. ആ ധാരണയെ പൊളിച്ചെഴുതുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ 10-ാമത്തെ ആയത്തിൽ. മക്കയിലെ ഖുറൈശികൾ അറേബ്യയുടെ ആ ഭൂപ്രദേശത്ത് ആ ഭാഗത്ത് വലിയ പ്രതാപികളായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവര് തങ്ങൾക്ക് വലിയ ഇസ്സത്ത് ഉള്ളവരാണ്. സമീപ ഗോത്രങ്ങളുടെയൊക്കെ ഇടയിൽ തങ്ങൾക്ക് വലിയ പേരാണ്. തങ്ങളുടെ ആ പ്രതാപവും അതുപോലെ തന്നെ ഔന്നത്യവും ഒക്കെയാണ് തങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. പലപ്പോഴും ആ ദുരഭിമാന ബോധം അവരുടെ നിലപാടുകളെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങള് ഉന്നതന്മാരാണ്, ഞങ്ങൾക്കാണ് പ്രതാപമുള്ളത് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മൗലികമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നത് കാലങ്ങളായിട്ട് കുടുംബപരമായി ഖുറൈശികൾക്കും ഖുറൈശികളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ടായിരുന്ന സ്വീകാര്യതയും സ്വാധീനവും മുഹമ്മദ് ഇതൊക്കെ തന്നെയും
കളഞ്ഞു കുളിക്കുകയാണ്, അതൊക്കെ തകർക്കുകയാണ് എന്ന ഒരു തോന്നലാണ് അവർക്കുണ്ടാവുന്നത്. നാട്ടിലെ എല്ലാവരും അംഗീകരിച്ച് സ്വീകരിച്ച് നിലനിർത്തി പോരുന്ന ജീവിതശീലങ്ങള്, അതുപോലെ അവർ ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്ന അവരുടെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ, ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതൊന്നുമല്ല ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ഒരുവനുണ്ട്, അവനാണ് യഥാർത്ഥ ദൈവം, ബാക്കിയുള്ളതൊന്നും ദൈവങ്ങളല്ല, ദൈവമല്ല എന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ഹയറാർക്കി ഉണ്ട്, ഒരു സാമൂഹ്യ ഘടന. ഖുറൈശികൾക്ക് വലിയ ഔന്നത്യം നൽകിയിരുന്ന, വലിയ പ്രതാപം അംഗീകരിച്ചു കൊടുത്തിരുന്ന ഒരു സാമൂഹ്യ ഘടനയാണത്. ആ സാമൂഹ്യ ഘടനക്ക് അതിനെ തകിടം മറിക്കുന്ന ഒരു നടപടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആക്ഷേപമാണ് ഖുറൈശി നേതാക്കന്മാര് ആ ഘട്ടത്തില് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തില് പിന്തുടർന്നു വരുന്ന രീതികളും സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അടിസ്ഥാനരഹിതമാണ് എന്നത് തെളിയിക്കപ്പെടുകയും ആ വ്യവസ്ഥ ഒന്നാകെ തന്നെ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്, സത്യാധിഷ്ഠിതമായിട്ട് അതിനെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് എന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംവിധാനങ്ങളിൽ വലിയ ഇളക്കമുണ്ടാക്കും. ഖുറൈശികൾ ഭയപ്പെട്ടത്, ഖുറൈശി നേതാക്കന്മാർ പ്രത്യേകിച്ച് ഈ അബദ്ധജടിലമായ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുറൈശികളുടെ പ്രതാപത്തിൽ വലിയ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന അന്നത്തെ പ്രമാണിമാർ, അവർ യഥാർത്ഥത്തിൽ ഒരു അല്പം കൂടി പുറകോട്ട് പോകാൻ സന്നദ്ധരാവുകയാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും ഖുറൈശികൾക്ക് കരഗതമായിരുന്ന പ്രതാപവും ഐശ്വര്യവും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, അതിന്റെ തുടർച്ചയായി കൈവരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇന്ന് അവർ പിന്തുടരുന്ന അവരുടെ ബഹുദൈവത്വ വിശ്വാസത്തിന്റെയും രീതികളുടെയും ഫലമായിട്ടുണ്ടായതല്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാംസ്കാരിക പ്രതലമുണ്ട്. അതാണ് ഖുറൈശികൾക്ക് ഇന്ന് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപത്തിന്റെ അടിത്തറ എന്ന കാര്യം അവര് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഒരല്പം പുറകോട്ട് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്കത് മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു എന്നതാണ് വസ്തുത. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് വായിച്ചു വെച്ചിട്ടുള്ള 10ാമത്തെ ആയത്ത് നമുക്ക് അതിന്റെ ആശയ ലോകത്തേക്ക് കടക്കാൻ സാധിക്കുന്നത്. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. ആരെങ്കിലും ഐശ്വര്യം അല്ലെങ്കിൽ പ്രതാപം, അവരുടെ യശസ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതാണ് പറഞ്ഞു തുടങ്ങുന്ന കാര്യം. മൻ കാന യുരീദുൽ ഇസ്സത. ഇത് വളരെ നേർക്കുനേരെ തന്നെ ഖുറൈശികളെ ചെന്ന് അവരെ സ്പർശിക്കുന്ന ഒരു വിഷയമാണ്. ഖുറൈശികള് അവരുടെ ഇസ്സത്തിന്റെ പേരിലാണ് ദുരഭിമാനം കൊണ്ടുകൊണ്ട് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്നതിന്റെ കാരണം ഖുറൈശികൾക്ക് അറബ് ലോകത്തുണ്ടായിരുന്ന സ്വീകാര്യത ഈ ഒരു നടപടിയിലൂടെ നഷ്ടപ്പെട്ടു പോകും എന്ന അവരുടെ ഒരു ഭയം ഒക്കെയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു ആ ഒരു ഭയത്തിനെയാണ് പൊളിച്ചടക്കുന്നത്. അള്ളാഹു പറയുന്നത് മൻ കാന യുരീദുൽ ഇസ്സത, പ്രതാപം അല്ലെങ്കിൽ യശസ്, ഇതിന്റെയൊക്കെ പേരിലാണ് ആരെങ്കിലും അത് വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ട് കണ്ടുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ, ആരെങ്കിലും പ്രതാപമാണ് യശസ്സാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ
അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, ലില്ലാഹി ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, യശസ്സും പ്രതാപവും ഒക്കെ മുഴുവനായിട്ടും ഉള്ളത് അള്ളാഹുവിനാണ്, വേറെ ആർക്കുമല്ല. അള്ളാഹു അനുവദിച്ച് നൽകിയ യശസ്സും പ്രതാപവും ഒക്കെ മാത്രമേ ആർക്കും ഉണ്ടാവുള്ളൂ. പ്രതാപത്തിന്റെ ശരിയായ ഉടമസ്ഥൻ അള്ളാഹുവാണ്, യശസ്സിന്റെ ശരിയായ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആരെങ്കിലും തങ്ങള് യശസ്സുള്ളവരാണ്, പ്രതാപമുള്ളവരാണ്, ഔന്നത്യമുള്ളവരാണ് എന്നൊക്കെ നടിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ അടിത്തറയിൽ നിന്നുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യശസ്സും പ്രതാപവും ഔന്നത്യവും ഒക്കെ ഉണ്ടാവും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം അതാണ്. ജനതതികളുടെ നായകനായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അംഗീകരിക്കപ്പെടുന്നത് അദ്ദേഹം വലിയ ഒരു ജനസമൂഹത്തിന്റെ കുലപതിയായിട്ട്, നായകനായിട്ട്, അവരുടെ ഏറ്റവും സ്വീകാര്യനായ പാട്രിയാർക്കായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നതിന് കാരണം യഥാർത്ഥത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇസ്സത്ത് നൽകി എന്നതാണ്. ജന്മനാടായ ഇറാഖിലെ ഊറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നാട് വിട്ടു പോരേണ്ടി വന്ന, ഒരുപാട് ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് നാട് വിട്ടു പോരേണ്ടി വന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറി അറേബ്യയില് മക്ക പ്രദേശത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വലിയ ഔന്നത്യവും യശസ്സും പ്രതാപവും ഒക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രത്തിന് തന്നെ തുടക്കം ഉണ്ടാവുകയാണ്, തുടക്കം കുറിക്കപ്പെടുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഇറാഖില് അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടവനാണെങ്കിൽ, നിഷ്കാസിതനാണെങ്കിൽ, പുറത്താക്കപ്പെട്ടവനാണെങ്കിൽ, അറേബ്യയില് ഈ മക്ക പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയ ഇസ്സത്ത് ഉണ്ടായി വന്നത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ച ദൗത്യത്തിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള യശസ്സും പ്രതാപവും ഒക്കെ കാരണമായിട്ടാണ്. അത് താനെ ഉണ്ടായി വന്നതല്ല. ഖുറൈശികൾ ഇന്ന് വലിയ ഔന്നത്യം നടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അവരെ ഔന്നത്യമുള്ളവരാക്കി മാറ്റുന്ന എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ല. അത് തെറ്റായ അടിസ്ഥാനരഹിതമായ ചില പാരമ്പര്യ ബോധത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു ഇസ്സത്തും ഒരു യശസ്സും ഒക്കെയാണ്. അത് ശരിയായ അടിത്തറയിൽ നിലകൊള്ളുന്ന ഒരു സംഗതിയല്ല. ശരിയായ അടിത്തറയിൽ അവർക്ക് അവകാശപ്പെടാനായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നുമില്ല. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്, ആരെങ്കിലും യശസ്സിന്റെ പേരിലാണ്, ഇസ്സത്തിന്റെ പേരിലാണ്, പ്രതാപത്തിന്റെ പേരിലാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്തിന്റെ പൂർണമായ ഉടമസ്ഥൻ, അതിന്റെ സമ്പൂർണമായിട്ട് ഇസ്സത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹുവിനാണ് ഇസ്സത്തുള്ളത്, അവനാണ് പ്രതാപമുള്ളത്, ഔന്നത്യമുള്ളത്, അവനാണ് എല്ലാ നിലക്കുമുള്ള യശസ്സുള്ളത്. ഇലൈഹി യസാദുൽ കലിമു ത്വയ്യിബു, എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് അവനിലേക്ക് കലിമു ത്വയ്യിബ് ഉയർന്നു പോകുന്നു, അവനിലേക്ക് കയറിപ്പോകുന്നു. കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ സദ്വചനങ്ങളാണ്, നല്ല വചനങ്ങൾ, നല്ല കാര്യം, ഉത്തമമായ ആശയം, അല്ലെങ്കിൽ അംഗീകാരവും ആദരവും അർഹിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്ന വാചകങ്ങൾ, ഇത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന, അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കല് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സംഗതിയാണത്. നമ്മുടെ നാവിൽ നിന്ന് ഉരുവിട്ട് വരുന്ന ഒരു വാചകം അള്ളാഹു അംഗീകരിച്ച് സ്വീകരിക്കുന്നു, അള്ളാഹുവിലേക്ക് അത് ഉയർന്നു പോകുന്നു, കയറിപ്പോകുന്നു എങ്കിൽ അതിന്റെ
ഫലമായിട്ട് വലിയ യശസ്സും പ്രതാപവുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഉന്നതമായ അല്ലെങ്കിൽ നന്മയടങ്ങിയിട്ടുള്ള സദ്വചനങ്ങൾ ആരെങ്കിലും ഉരുവിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കും. അത് അവനിലേക്ക് ഉയർന്നു പോകും എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് വലിയ സ്വീകാര്യത നൽകും. നമ്മുടെ ഒരു വാചകം, നമ്മൾ പറയുന്ന ഒരു കാര്യം അതിന്റെ നന്മ കാരണമായി, അതിന്റെ സത്യാധിഷ്ഠിത സ്വഭാവം കാരണമായി അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു എന്ന വിധത്തിൽ അതിന് ഒരു യശസ്, ഉയർച്ച ലഭിക്കുന്നുവെങ്കിൽ ആരാണോ അത് ഉരുവിടുന്നത് അയാൾക്ക് അതിന്റെ ഫലമായിട്ട് വലിയ ഉയർച്ചയും യശസ്സും ഉണ്ടാകും. ഇവിടെ ഏറ്റവും ഉത്തമമായ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന വാചകം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യനുമില്ല എന്ന കാര്യമാണ് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അള്ളാഹുവിന്റെ അടുക്കല് ഏറ്റവും ഏറെ സ്വീകാര്യതയുള്ള ഒരു വചനമാണത്. അതുപോലെ തന്നെയാണ് നന്മയിൽ അധിഷ്ഠിതമായ എല്ലാ കലിമു ത്വയ്യിബും, എല്ലാ സുഹൃതം അടങ്ങിയിട്ടുള്ള, നന്മ അടങ്ങിയിട്ടുള്ള വചനങ്ങളും. അതൊക്കെയും അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് വലിയ സ്വീകാര്യത നൽകുന്നു, അള്ളാഹു അതിന് വലിയ യശസ്സും ഉയർച്ചയും നൽകുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് രംഗത്ത് വന്നിട്ടുള്ള വിശ്വാസികളും ഉരുവിടുന്ന വാചകങ്ങൾ തീർച്ചയായിട്ടും ഈ വിധത്തില് അള്ളാഹുവിന്റെ അടുക്കല് സ്വീകാര്യതയുള്ള, അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന വാചകങ്ങളാണ്. അതിനോട് സമാനമായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്ന, അവനിലേക്ക് ഉയർന്നു പോകുന്ന എന്ത് വാചകമാണ് ഈ ഖുറൈശി സമൂഹത്തിന്, മക്കയിലെ നിഷേധികൾക്കും ബഹുദൈവാരാധകർക്കും പറയാനുള്ളത്? അവർക്ക് പ്രതാപം നൽകുന്ന എന്ത് വചനമുണ്ട് അവരുടെ അടുക്കൽ? ഇതാണ് പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പൊ ഇസ്സത്താണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്സത്തിന്റെ പൂർണ്ണമായ അവകാശം, എല്ലാ നിലക്കുമുള്ള ഇസ്സത്തിന്റെ ഉടമസ്ഥൻ അത് അള്ളാഹുവാണ്. പിന്നെ നല്ല വാചകങ്ങള്, നന്മ വെളിപ്പെടുത്തുന്ന പ്രയോഗങ്ങള്, സംസാരം, ഇതൊക്കെയും തന്നെ, സദ്വചനങ്ങളൊക്കെയും തന്നെ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന വചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ സ്വീകാര്യത നൽകുന്ന, വലിയ അംഗീകാരം നൽകുന്ന വചനങ്ങളാണ്. യസ്അദു ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു. കലിമു ത്വയ്യിബായിട്ട് അത് പരിമിതപ്പെടുത്തുന്നില്ല. തുടർന്ന് അള്ളാഹു പറയുന്നത് വൽ അമലു സ്വാലിഹു യർഫഉഹു. കലിമു ത്വയ്യിബിനെ പോലെ അമലു സ്വാലിഹും കൂടി ഉണ്ടാകുമ്പോഴാണ് അതിന് വലിയ ഉയർച്ച ലഭിക്കുന്നത്. ഒരാള് ഏറ്റവും നല്ല വചനങ്ങൾ, സദ്വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ അയാളുടെ ജീവിതവും അയാളുടെ കർമ്മജീവിതം അതിന് പിൻബലമേകുന്ന വിധത്തിലുള്ളതല്ല. വെറും സംസാരം മാത്രമാണ് അയാളിൽ നിന്നുണ്ടാവുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അയാളിൽ നിന്നുണ്ടാകുന്നില്ല. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അയാളിൽ നിന്നുണ്ടാകുന്നത്. പറയുന്നതൊക്കെ വലിയ ഗംഭീരമായ കാര്യങ്ങളാണ്, എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതിന് വിരുദ്ധമായതുമാണെങ്കിൽ ആ വാക്യങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ഉയരാനോ അതിന് സ്വീകാര്യത ലഭിക്കാനോ ഭാഗ്യമുണ്ടാവുകയില്ല. മറിച്ച് ഒരാള് ഏറ്റവും നല്ല വാക്യങ്ങൾ പറയുന്നു, അതിന് ഉപോത്ബലകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രവർത്തനങ്ങൾ അയാളുടെ വാക്യങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു അംഗീകാരവും പിൻബലവുമായിട്ട്
ആ വാക്യങ്ങൾ, സദ്വചനങ്ങള് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളതായി മാറുവാൻ പറ്റുന്ന വിധത്തില് അതിനെ ഈ സൽപ്രവർത്തനങ്ങള് മേലോട്ട് ഉയർത്തുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ വല്ല അമലു സ്വാലിഹു യർഫഉഹു, അമലു സ്വാലിഹാണ് നല്ല പ്രവർത്തനം, സൽപ്രവർത്തനങ്ങൾ, അത് ഈ സൽവചനത്തെ മേലോട്ട് ഉയർത്തുന്നു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകാൻ അതിന് വഴി എളുപ്പമാക്കി കൊടുക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. നല്ല വാചകം, നല്ല സംസാരം, നല്ല ആശയങ്ങൾ, നല്ല നിലപാട് ഒക്കെ അടങ്ങിയിട്ടുള്ള വചനങ്ങൾ ഉരുവിടുന്ന തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട ഇസ്സത്ത് നൽകുന്ന സംഗതിയാണ്. ആ ഇസ്സത്തിനെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാക്കുന്നത് അതിന് ഉപോത്ബലകമാവുന്ന നല്ല പ്രവർത്തനങ്ങളാണ്. നല്ല പ്രവർത്തനങ്ങൾ അതിനെ തുടർന്ന് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉരുവിട്ട നല്ല വാചകങ്ങൾക്ക്, സദ്വചനങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിനുള്ള വഴി തുറന്നു കിട്ടും. വല്ലദീന യംകുറൂന സയ്യിആതി, ഇതാണ് ഒരു ഭാഗത്തുള്ള ചിത്രം. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഏറ്റവും നല്ല വചനങ്ങളാണ് ജനങ്ങളെ കേൾപ്പിക്കുന്നത്. അതിന് ഉപോത്ബലകമായ, അതിന് പിൻബലമായി കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കല് ഓരോരുത്തർക്കും ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്ന, പ്രതാപവും യശസ്സും ഉയർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ മറുവശത്തോ തറവാടിന്റെ പേരില്, കുടുംബ മഹിമയുടെ പേരില്, കുലമഹിമയുടെ പേരിലൊക്കെ ഔന്നത്യം നടിച്ചുകൊണ്ട് തങ്ങളാണ് ഉത്തമരായവര്, തങ്ങളാണ് ഔന്നത്യമുള്ളവര് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിത്രം മറുഭാഗത്ത് വല്ലദീന യംകുറൂന സയ്യിആതി, തിന്മയിൽ അധിഷ്ഠിതമായ പല കുതന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നവർ. മക്കയിലെ ഖുറൈശി പ്രമാണിമാർ ആ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദ്വചനങ്ങളും അതിന് പിൻബലമായി കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങളും ജനങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ പ്രമാണിമാർ. അത് വൃത്തികെട്ട പല കുതന്ത്രങ്ങളുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രതിയോഗിയെ പരാജയപ്പെടുത്തുക എന്നതല്ല, അതിന്റെ അടിത്തറ തന്നെ സയ്യിആത്താണ്. തിന്മയിൽ അധിഷ്ഠിതമായ, ഗുണകാംക്ഷയില്ലാത്ത, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ലാത്ത കാര്യങ്ങളാണ് അവര് തന്ത്രങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നത്. അതിലൂടെ അവര് ലക്ഷ്യമിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പരാജയപ്പെടുത്തുക. അവര് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദ്വചനങ്ങളും സൽപ്രവർത്തനങ്ങളും അത് സ്വീകാര്യതയുള്ളതായി മാറുന്നതിന് തടസ്സമുണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ പ്രമാണിമാര് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ട വിധത്തിൽ അവര് സയ്യിആത്തുകള് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കുതന്ത്രങ്ങള് മെനയുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ അവരുടെ കർമ്മങ്ങളോ വചനങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകാൻ പോകുന്നില്ല. അവരുടെ വചനങ്ങൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യതയുള്ള വിധത്തിൽ ഉയർത്തപ്പെടുന്നില്ല. മറിച്ച് അവർക്ക് ലഹും അദാബുൻ ശദീദ്, അവർക്ക് അതികഠിനമായ ശിക്ഷയാണ് അതിനുള്ളത്, പകരമായിട്ടുള്ളത്. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളുണ്ട്, അത് സതുദ്ദേശമുള്ളതല്ല, ഗുണകാംക്ഷയുള്ളതല്ല, നന്മയിലോ സത്യത്തിലോ അധിഷ്ഠിതമായതല്ല. അങ്ങനെയുള്ള അവരുടെ ദുരുപധിഷ്ഠിതമായ കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളുടെ ഫലം അവരനുഭവിക്കാൻ പോകുന്നത് അദാബുൻ ശദീദ് ആണ്, അതികഠിനമായ ശിക്ഷയാണ്. വമക്രു ഉലൈക, ഇക്കൂട്ടരുടെ ഈ തന്ത്രങ്ങളുണ്ടല്ലോ, ഹുവയബു, അത് പൊളിഞ്ഞു പാളിസാവാനുള്ളതാണ്, തകർന്നു പോകാനുള്ളതാണ്. ഒരിക്കലും തന്നെ അതിന് ഒരു ദീർഘമായ കാലയളവില് എന്തെങ്കിലും സ്വാധീനവുമോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയോ ഒന്നും ലഭിക്കുകയില്ല. അത് പൊളിഞ്ഞു പാളീസാവാനുള്ളതാണ്. അപ്പോ വമക്രു ഉലൈക ഹുവയബു, ഈ കൂട്ടരുടെ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രം
പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അത് തകർന്നു പോകുന്നതിന്റെ, പൊളിഞ്ഞു പോകുന്നതിന്റെ കാരണം അത് ബേസ്ലെസ് ആണ് എന്നതാണ് ഒന്നാമതായിട്ട്. സത്യാധിഷ്ഠിതമല്ല, നീതി ബോധത്തിൽ അധിഷ്ഠിതമല്ല, നന്മയിൽ അധിഷ്ഠിതമല്ല. അങ്ങനെയുള്ള നല്ല അടിസ്ഥാനങ്ങളിൽ പടുത്തുയർത്തിയതല്ലാത്തതായ, തിന്മയിൽ അധിഷ്ഠിതമായ, അസൂയയിലും ദുരുദ്ദേശത്തിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒടുങ്ങിപ്പോകും. തീർച്ചയായിട്ടും അത് ഉദ്ദേശിച്ച ഫലം ചെയ്യാതെ തകർന്നടിഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രതാപം ഉണ്ടാവുമോ? ദീർഘകാലത്തേക്ക് അവര് പ്രതാപികളായിട്ട് വാഴാൻ അവർക്കത് സഹായകമാവുമോ? മക്കയില് ഖുറൈശികളുടെ കുടുംബപരമായ മഹിമ പറഞ്ഞുകൊണ്ട് സത്യത്തിനോട് പുറംതിരിഞ്ഞു നിന്നിരുന്ന ആളുകൾ പിൽക്കാലത്ത് എന്തെങ്കിലും വിധത്തിലുള്ള പ്രതാപത്തിന്റെ ആളുകളായിട്ട് ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്നതൊന്ന് പരിശോധിച്ചാൽ മതി. അത് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകള് നമുക്കറിയാം, ബദറിലും ഉഹദിലും ഒക്കെയായി സത്യവിശ്വാസികളുടെ വാൾത്തലപ്പില് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ജീവൻ വെടിയേണ്ടി വന്ന പല ആളുകളും ഉണ്ട് ചരിത്രത്തില്. പിന്നീടും പല യുദ്ധങ്ങളിലും അവർ ഇസ്ലാമുമായിട്ട് ഏറ്റുമുട്ടലിന് വരികയുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ പിൽക്കാലത്ത് ചരിത്രത്തില് ഐശ്വര്യത്തിന്റെയോ യശസ്സിന്റെയോ പ്രതാപത്തിന്റെയോ പേരിൽ എവിടെയെങ്കിലും അടയാളപ്പെടുത്തപ്പെട്ടവരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെയും അവരിൽ നിന്ന് മക്ക ഫതഹിലെങ്കിലും, മക്ക വിജയിച്ചടക്കിയ ഘട്ടത്തിലെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധരായ ആളുകളാണ് ചരിത്രത്തിൽ എന്തെങ്കിലും ശ്രദ്ധ നേടുന്ന വിധത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ കുലമഹിമ പറഞ്ഞുകൊണ്ട്, കുടുംബപരമായ ഔന്നത്യം പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ ഇസ്സത്തിന്റെ പേരിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന് വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് അവരുടെ കുതന്ത്രങ്ങൾ കൊണ്ടൊന്നും ഒരു നിലക്കുമുള്ള പ്രതാപം കൈവരിക്കാൻ സാധിച്ചില്ല. അവര് വളരെ കുറഞ്ഞ കാലം മാത്രമേ ഭൂമുഖത്ത് തന്നെ അവശേഷിക്കുകയുണ്ടായുള്ളൂ. അവരുടെ ചരിത്ര സ്മൃതികൾ പോലും പിൽക്കാലത്ത് ചരിത്രത്തില് അനാവശ്യമായ ചവറുകളുടെ കൂട്ടത്തില് ഉൾപ്പെടുകയാണ് ഉണ്ടായത് എന്നത് ആ കാര്യങ്ങൾ ചരിത്ര സ്രോതസ്സുകളിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിടെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇസ്സത്തിന്റെ പേരിൽ ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇസ്സത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു ആർക്കാണോ ഇസ്സത്ത് കൊടുക്കുന്നത് അവർക്കാണ് ഔന്നത്യവും യശസ്സും ഉണ്ടാവുക. അതിന് അള്ളാഹുവിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ഇവിടെ അള്ളാഹു തുടർന്ന് പറയുന്നത്. ഇസ്സത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനുള്ളതാണ്. യശസ്സും ഔന്നത്യവും ഒക്കെ പ്രതാപമൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അവനിലേക്ക് എല്ലാ സദ്വചനങ്ങളും ഉയർന്നു പോകും, കയറിപ്പോകും. ആ സദ്വചനങ്ങളെ അവനിലേക്ക് ഉയർത്തുന്നത് അതിന് പിൻബലമായിക്കൊണ്ട് അവര് നിർവഹിക്കുന്ന സൽപ്രവർത്തനങ്ങളാണ്. സൽപ്രവർത്തനങ്ങളില്ലാത്ത സൽവചനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പലപ്പോഴും അത് അവർക്ക് എതിരിലുള്ള സാക്ഷ്യമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോ ഖുറൈശികൾ നന്മയിൽ അധിഷ്ഠിതമായ സത്യത്തെയും നീതിയെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സദ്വചനങ്ങള് ഉരുവിടുന്നവരാവുകയും അതിന് പിൻബലമായിക്കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാവുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഇസ്സത്ത് അള്ളാഹു അവർക്ക് അവന്റെ ഇസ്സത്തിൽ നിന്ന് നൽകുകയും അവർക്ക് വലിയ ഔന്നത്യം നൽകുകയും ചെയ്യും. ആ ഔന്നത്യം നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശപാതയിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിലാണ്. അവരിലാണ് ആ ഇസ്സത്ത് പിന്നീട് നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദുരഭിമാനത്തോടു കൂടി പെരുമാറുകയും ദുരഭിമാന ബോധം കാരണമായി സത്യമാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ
അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നത് അതികഠിനമായ ശിക്ഷയാണ്. മാത്രവുമല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു പാളീസായി പോകും, തകർന്നു പോകും, അല്ലെങ്കിൽ തരിപ്പണമായി പോകും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ കാര്യം അക്ഷരം പ്രതി പുലർന്നത് ചരിത്രത്തില് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് പിന്നിട്ട നമ്മുടെ ഈ 1500ഓളം വർഷങ്ങൾ വരുന്നു, 15ഓളം നൂറ്റാണ്ടുകൾ. ഈ കാലയളവില് എന്ത് ഇജ്ജത്താണ്, എന്ത് യശസ്സാണ്, എന്ത് ഔന്നത്യമാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായി നിന്ന ഖുറൈശികൾക്ക് പിൽക്കാലത്ത് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നത് എന്നതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഖുർആൻ പറയുന്ന കാര്യം, അവരുടെ മക്റ് ഉലൈക ഹുവ യബൂർ എന്ന് പറഞ്ഞല്ലോ, അവരുടെ തന്ത്രം അതാണ് തകർന്ന് തരിപ്പണമായി പോവുക എന്നിവിടെ പറഞ്ഞല്ലോ. ആ കാര്യം അക്ഷരം പ്രതി സത്യമായി പുലർന്നിട്ടില്ലേ എന്നത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. എളുപ്പത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫാത്തിറിലെ 10ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.